തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തർക്കം ആരംഭിക്കുന്നത് തലസ്ഥാന നഗരത്തിൽ നിന്നുമാണ്. തലസ്ഥാന നഗരത്തിലെ തർക്കം മറ്റൊന്നുമല്ല. VK പ്രശാന്ത് MLAയും BJPയുടെ കൗൺസിലർ മുൻ DGP കൂടിയായ R ശ്രീലേഖയും തമ്മിലുള്ള തർക്കമാണ് വിഷയം. എന്താണ് തർക്കം? മറ്റൊന്നുമല്ല, ഓഫീസിന്റെ തർക്കമാണ്. ഓഫീസ് ബിൽഡിംഗ് ഒഴിയണം, MLAയുടെ ഓഫീസ് അവിടുന്ന് ഒഴിയണമെന്ന ആവശ്യം ശ്രീലേഖ ഉന്നയിച്ചു എന്നതാണ് ഈ തർക്കത്തിന്റെ അടിസ്ഥാനം. ഇന്നലെ പ്രശാന്ത് തന്നെയാണ് മാധ്യമങ്ങളോട് ഇതിന്റെ സൂചനകൾ പങ്കുവച്ചത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടിയുണ്ട്. താൻ എന്തായാലും ഓഫീസ് കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കില്ല, 3 മാസം കൂടി വാടക കരാർ പ്രകാരമുണ്ട്, അതിനുശേഷമേ ഒഴിയൂ എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്തായാലും ഈ തർക്കം ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ്. ഒരു ഓഫീസ് ഒഴിയുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇത്ര വലിയ രാഷ്ട്രീയ വിവാദമാക്കേണ്ടതുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും പ്രേക്ഷകർക്കുണ്ടാവാം. പക്ഷേ ആ തർക്കത്തിന് മറ്റ് ചില അടിസ്ഥാനങ്ങളുമുണ്ട്, മറ്റ് ചില രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. ആ കാരണം തേടലാണ്, കാരണത്തിന്റെ സാഹചര്യം പരിശോധിക്കൽ കൂടിയാണ് നമ്മളിന്ന് ന്യൂസ് ട്രെൻഡ്സ് കടന്നു പോകുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് ശാസ്തമംഗലം ജംഗ്ഷന് സമീപമുള്ള ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കെട്ടിടത്തിലാണ്. ഇതൊരു കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിനകത്താണ് VK പ്രശാന്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നില പൂർണ്ണമായും കയ്യേറി എന്നതാണ് ഈ ആരോപണത്തിൻ്റെ ഭാഗമായി ശ്രീലേഖ ഉന്നയിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കൗൺസിലർ ഈ കെട്ടിടം ഒഴിയണം, തൻ്റെ കൗൺസിലർ ഓഫീസ് അവിടെ പ്രവർത്തിക്കണം, ഇതാണ് ശ്രീലേഖയുടെ ആവശ്യം. എന്തായാലും താൻ ഇതിന് വഴങ്ങിക്കൊടുക്കില്ല എന്ന് പ്രശാന്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നലെ ഫോണിലൂടെയാണ് ശ്രീലേഖ ഈ ആവശ്യം പ്രശാന്തിനോട് ഉന്നയിച്ചത്. നഗരസഭയുടെ കെട്ടിടമാണെന്നും ഉടൻ ഒഴിയണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ രേഖാമൂലമുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫോണിൽ കൂടെ തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നിലവിലുള്ള വാടക കരാർ തീരാതെ താൻ മാറില്ല എന്ന കാര്യമാണ് പ്രശാന്ത് എടുത്തിരിക്കുന്ന നിലപാട്. 2026 മാർച്ച് 31 വരെയാണ് VK പ്രശാന്ത് MLAയ്ക്ക് കെട്ടിടം കൗൺസിൽ യോഗം അനുവദിച്ചിട്ടുള്ളത്. നമുക്ക് പ്രശാന്തിൻ്റെ പ്രതികരണം, രാവിലെ വന്ന പ്രതികരണം ഒന്ന് കേൾക്കാം. സാമാന്യ നീതിയുടെ ലംഘനമാണ്. ജനാധിപത്യപരമായി ഒരു സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ നഗരസഭയുടെ കെട്ടിടത്തിൽ MLAയുടെ ഓഫീസും കൌൺസിലറുടെ ഓഫീസും കഴിഞ്ഞ 7 വർഷമായിട്ട് തുടരുകയാണ്. അപ്പോഴൊന്നും ഇല്ലാത്ത സൗകര്യക്കുറവ് ഇപ്പോഴും എങ്ങനെയാണ് വന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൌൺസിലർ എന്ന നിലയിൽ വിളിച്ചിട്ട് ആ ഓഫീസ് ഒഴിയണം, എന്റെ ഓഫീസിന് സൗകര്യക്കുറവാണ്, അതുകൊണ്ട് MLA ഒഴിഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ അത് മുകളിൽ നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ വിളി വന്നത് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യപരമായി ഇതൊരു ശരിയായ രീതിയല്ല. ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിലാണ് നഗരസഭയിലെ 100 വാർഡ് കൌൺസിലർമാർക്കും ഓഫീസ് അനുവദിക്കാനും ഫർണിച്ചറും മറ്റ് സംവിധാനങ്ങൾ അനുവദിക്കാനും ഒക്കെ തീരുമാനിച്ചത്. അപ്പോൾ നഗരസഭയുടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്കടക്കം എടുത്ത് പ്രവർത്തിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ എല്ലാ കൌൺസിലർമാരോടും, അത് LDF കൌൺസിലർമാർക്ക് മാത്രമല്ല 100 കൌൺസിലർമാർക്കും ആ സൗകര്യം കൊടുത്തതാണ്. അപ്പൊ ആ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പൊ നിയമപരമായി മാർച്ച് വരെ ഞങ്ങൾക്ക് കാലാവധിയുണ്ട്, അതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനു മുമ്പ് ഒഴിപ്പിക്കൽ നടപടിയിലായിട്ട് മുന്നോട്ട് പോയാൽ നിയമപരമായി നേരിടും. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുന്നു, കക്ഷിയെ വിളിച്ച് ഒഴിയണമെന്ന് പറയുന്നത് പോലെ ഇടപെടുന്നതായിട്ടാണെന്ന് സംശയമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇത് ഏതെങ്കിലും പ്രേരണയാൽ മാഡം വിളിച്ച് ആവശ്യപ്പെട്ടതാവാനാണ് വഴി. പക്ഷെ അത് ആ ഒരു ചിന്ത ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. എന്തായാലും അത് ബന്ധപ്പെട്ട നഗരസഭാധികാരികളും മറ്റും ആലോചിക്കട്ടെ. നമ്മൾ കേട്ടതാണ് പ്രശാന്തിന്റെ പ്രതികരണം. പ്രശാന്ത് പറഞ്ഞു വെക്കുന്നത് ഇത് മറ്റു മുകളിൽ നിന്നുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു വിളി വരുന്നത് എന്ന ചോദ്യമാണ്. അതായത് ഈ വിഷയം ഇവിടെ തീരുന്നില്ല, ഇതിന് പിന്നിൽ മറ്റു ചിലർ ആരൊക്കെയോ കളിക്കുന്നു എന്നൊരു ആശങ്ക, അല്ലെങ്കിൽ അത്തരമൊരു ചില സൂചനകൾ പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ നീക്കമുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദം ഒട്ടും ചെറുതല്ല എന്നതാണ് സാഹചര്യം. നമുക്കതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നോക്കാം ആദ്യം എന്താണ് ഈ വിവാദത്തിന്റെ വസ്തുത, എന്താണ് എന്ന കാര്യം നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. നോക്കൂ, ഓഫീസ് വിവാദം, അതിന്റെ പിന്നിലെ വസ്തുത എന്തെന്ന് നോക്കുമ്പോൾ പ്രശാന്ത് വട്ടിയൂർക്കാവിൻ്റെ MLA ആയിട്ട് വരുന്നത് നമുക്കറിയാം. K മുരളീധരൻ്റെ രാജി, അദ്ദേഹം MP ആയി പോകുന്നു. തുടർന്ന് നടക്കുന്ന ബൈ ഇലക്ഷൻ, ആ ബൈ ഇലക്ഷനിലാണ് VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ ആദ്യം മത്സരിക്കുന്നത്. ആദ്യം അദ്ദേഹം MLA ആയത് മുതൽ പ്രശാന്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലമാണിത് എന്ന പ്രത്യേകതയുണ്ട്. നോക്കുക, VK പ്രശാന്ത് മേയർ സ്ഥാനത്ത് നിന്നാണ് വട്ടിയൂർക്കാവിൻ്റെ MLA ആയിട്ട് വരുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കൗൺസിലിൽ ഒപ്പം കോർപ്പറേഷനിലൊക്കെ വലിയ സ്വാധീനമുള്ള വ്യക്തമാണ്. അങ്ങനെയാണ് ഈ ശാസ്തമംഗലം എന്ന വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം. ഒരുപക്ഷേ തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് ഈ ശാസ്തമംഗലവും അതിൻ്റെ പ്രത്യേകതയും കൃത്യമായിട്ട് അറിയാം. എന്തായാലും ആ നഗരത്തിൻ്റെ ഈ ശാസ്തമംഗലം ജംഗ്ഷന് സമീപത്ത് തന്നെ വരുന്ന ഒരു കോർപ്പറേഷൻ്റെ കെട്ടിടമാണിത്. ആ കോർപ്പറേഷനിലെ കെട്ടിടമാണ് MLA ഓഫീസായി പ്രവർത്തിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഒരുപക്ഷേ ഈ MLA എന്ന നിലയിൽ VK പ്രശാന്ത് നടത്തുന്ന വലിയ ഇടപെടലുകളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഓഫീസ്.
കാരണം പ്രശാന്ത് വലിയ ജനസമ്മതി നേടിയ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, പൊതുജന ഇടപെടലുകളുണ്ട്, യുവാക്കളുടെ സംഘാടനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശാന്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഈ പറയുന്ന ആരോപണ വിധേയമാവുന്ന ഈ വിവാദമായ ഓഫീസ് കെട്ടിടം എന്നതാണ് സാഹചര്യം. ഈ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? നോക്കൂ, കെട്ടിടം ഇരിക്കുന്ന സ്ഥലം ഇതാ ഈ ദൃശ്യങ്ങൾക്ക് നമ്മൾ കാണുന്നത് പോലെ ഈ ശാസ്തമംഗലം ജംഗ്ഷന് സമീപമുള്ള ആ പ്രദേശത്താണ് ആ കെട്ടിടം ഇരിക്കുന്നത്. ഇതാ നോക്കൂ, ഇതാ ഈ കെട്ടിടം, ഈ കാണുന്നതാണ് ഈ വിവാദമായ കെട്ടിടം. അവിടെ MLA-യുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി കിടക്കുന്നത് നമുക്ക് കാണാം. ജംഗ്ഷന് തൊട്ട് സമീപമായിട്ടുള്ള കെട്ടിടമാണ്. അപ്പോൾ പൂർണ്ണമായും പ്രശാന്തിൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന, നഗരത്തോട് ഏറ്റവും ചേരുന്ന ഒരു MLA ഓഫീസ് കെട്ടിടം കൂടിയാണ് ഇതെന്ന് പ്രത്യേകതയാണ്. അപ്പോൾ ശാസ്തമംഗലം ജംഗ്ഷന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത്. അതായത് നഗരത്തിനോട് ഏറ്റവും ചേർന്ന കാര്യം. നമുക്കിതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഈ പ്രശാന്തിന് മുമ്പ് വട്ടിയൂർക്കാവിൻ്റെ MLA ആരായിരുന്നു? K. മുരളീധരൻ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് MLA ഹോസ്റ്റലിൽ തന്നെയാണ്. അതായത് പൂർണ്ണമായും നഗരത്തിലോട് ചേർന്ന് അദ്ദേഹത്തിന് MLA ആയി അദ്ദേഹത്തിന് സർക്കാർ അനുവദിച്ചിരിക്കുന്ന MLA ഹോസ്റ്റലിൻ്റെ താഴത്തെ നിലയിൽ തന്നെയാണ് ഈ K. മുരളീധരൻ MLA-യുടെ ഓഫീസ് അന്ന് പ്രവർത്തിച്ചിരുന്നത്. കാരണം ഈ വട്ടിയൂർക്കാവ് മണ്ഡലം പൂർണ്ണമായും നഗര കേന്ദ്രീകൃതമാണ്. ഏറ്റവും പ്രത്യേകിച്ച് പൂർണ്ണമായും നഗരത്തെ പ്രതിനിധാനം ചെയ്യുന്ന, നഗരത്തിൻ്റെ തന്ത്രപ്രധാനമായ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമുള്ളത്. അപ്പോൾ സ്വാഭാവികമായി MLA-യുടെ ഓഫീസും അത്തരമൊരു ഇടത്ത് വേണം. അപ്പോൾ മുരളീധരൻ MLA ഹോസ്റ്റലിനെ ഓഫീസായി തിരഞ്ഞെടുത്തതെങ്കിൽ ഇദ്ദേഹം പ്രശാന്ത് വന്നപ്പോൾ പ്രശാന്ത് ശാസ്തമംഗലം ജംഗ്ഷനിലെ ആ ജംഗ്ഷനോട് സമീപത്തുള്ള ഒരു കെട്ടിടം തന്നെ അദ്ദേഹം ആ ഓഫീസായി തിരഞ്ഞെടുത്തു എന്നതാണ് സാഹചര്യം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനം അത് സ്വാഭാവികമായും ഈ പ്രശാന്തിൻ്റെ ഒരു വലിയ ഐക്കണായിരുന്നു. അദ്ദേഹം യുവാക്കളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ MLA-യുടെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കപ്പുറമുള്ള ഇടപെടൽ നടത്താൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് യൂത്ത് ബ്രിഗേഡ് പോലെയുള്ള സംവിധാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഈ വട്ടിയൂർക്കാവിലെ ഓഫീസ് കെട്ടിടം കേന്ദ്രീകരിച്ചായിരുന്നു യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനവും ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു. കാരണം അവിടെ ഒരു വലിയ കൂട്ടായ്മയും നീക്കങ്ങളും ഒക്കെ ഉണ്ട്. സാധാരണ ഒരു MLA ഓഫീസിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? അവിടേക്ക് പരാതിക്കാർ വരുന്നു, മണ്ഡലത്തിലെ പൊതുജനങ്ങൾ വരുന്നു, വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരിങ്ങനെ വന്നു പോവുകയാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം കൂടുതലായി ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഒരു ഒത്തുചേരലിന് വേണ്ടിയൊക്കെ അത് ഉപയോഗപ്പെടുത്തി എന്നതാണ് സാഹചര്യം. അങ്ങനെ ഒരു നീക്കം കൂടിയായിരുന്നു അദ്ദേഹം നടത്തിയത്. ഇനി പ്രശാന്തിൻ്റെ വസ്തുതയിലേക്ക് പോകുമ്പോൾ, അതായത് 3 മാസം കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ഈ കെട്ടിടത്തിൻ്റെ കാലാവധി. 3 മാസം കൂടി വാടക കരാർ കാലാവധി ബാക്കിയുണ്ട് എന്ന വാദമാണ് പ്രശാന്ത് ഉന്നയിക്കുന്നത്. പ്രശാന്തിൻ്റെ വാദപ്രകാരം 3 മാസം കൂടി തനിക്ക് വാടക കരാർ കാലാവധിയുണ്ട്. സ്വാഭാവികമായും ആ കരാർ കാലാവധിയിൽ താൻ പൂർണ്ണമായും അത് ഉപയോഗപ്പെടുത്തും, ഒഴിയില്ല. ഇതാണ് പ്രശാന്തിൻ്റെ വാദം. ആ വാദം എന്തായാലും ഏത് രീതിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ കാണേണ്ടത്. ഒപ്പം ശ്രീലേഖ ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയ നീക്കം എന്താണ്? ശ്രീലേഖ ഒരു നോട്ടീസ് നൽകിയിട്ടില്ല, മറിച്ച് ഫോണിൽ വിളിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. നോട്ടീസ് നൽകാതെ ഫോണിൽ വിളിച്ചുകൊണ്ടായിരുന്നു ശ്രീലേഖ പ്രശാന്തിനോട് ഈ ഓഫീസ് കെട്ടിടം ഒഴിയണമെന്ന വാദം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നീക്കത്തിന് പിന്നിൽ അതിൻ്റെ നിയമവശമുള്ള നീക്കമാണ് നടന്നത് എന്ന കാര്യം സംശയമുണ്ട്. ഇനി ശ്രീലേഖയുടെ നീക്കത്തിൽ നമ്മൾ നേരത്തെ പ്രശാന്തിൻ്റെ വാക്കുകൾ കഴിഞ്ഞു. ശ്രീലേഖ ഇപ്പോൾ അവിടുത്തെ കൗൺസിലറായ ശ്രീലേഖ ഇത്തരം ഒരു വാദം ഉന്നയിക്കുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നതാണ് പ്രശാന്തിൻ്റെ വാദം. ആ വാദത്തിൽ കഴിവുണ്ടോ എന്ന് ശ്രദ്ധേയമാണ്. ശ്രീലേഖയുടേത് രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ഒരു നീക്കം എന്ന വാദം ഉന്നയിക്കുന്നത് അത് പ്രശാന്താണ്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ ഈ ഒരു സാധ്യതയും ഈ ഒരു ആരോപണവും പങ്കുവെക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഇതിൻ്റെ തുടർ നീക്കങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ നിർണായകമാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇതൊരു കോർപ്പറേഷൻ്റെ കെട്ടിടമാണ്, തർക്കമില്ല. അപ്പോൾ ഈ കോർപ്പറേഷൻ്റെ കെട്ടിടത്തിൽ ഈ ഓഫീസ് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോർപ്പറേഷൻ കൗൺസിൽ യോഗമാണ്. ആ കൗൺസിൽ യോഗമാണ് പ്രശാന്തിന് ഈ ഓഫീസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി കൗൺസിൽ യോഗവും ഇക്കാര്യത്തിൽ നിർണായകമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഓഫീസ് തുടരുന്ന കാര്യത്തിൽ കൗൺസിലിൻ്റെ യോഗം നിർണായകമാണ്. അങ്ങനെയെങ്കിൽ ഈ കൗൺസിൽ നിയന്ത്രിക്കുന്നത് ആരാണ്? BJP ആണ്. BJPക്കാണ് ഭൂരിപക്ഷം. BJPയുടെ ചെയർമാനും BJPയുടെ മേയറും ഡെപ്യൂട്ടി മേയറും BJPയുടേതാണ്. സ്വാഭാവികമായും ഈ തർക്കത്തിനൊടുവിൽ കൗൺസിൽ തീരുമാനം ശ്രീലേഖയ്ക്ക് അനുകൂലമായി ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.